ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണ്. പ്രശ്നം ഇതാണ്: റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. മറ്റേതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ടോ അല്ല. റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് സ്വന്തം തോട്ട് കൊണ്ട് തന്നെയാണ്. അതായത് ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പും വർക്കൗട്ട് ആകുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. സോ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത്, അതായത് ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ 3 പ്രധാനപ്പെട്ട ബ്ലോക്കുകളുണ്ട്. മറ്റൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു തേർഡ് ഫാക്ടർ കൊണ്ടല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവനവൻ ചിന്തിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം തന്നെയായിരിക്കും മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ 3 പ്രധാനപ്പെട്ട ലവ് ബ്ലോക്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കൂടി നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലവ് ബ്ലോക്ക് ആണ് ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നല്. ഇതൊരു പക്ഷേ തോന്നലല്ല, ഇതൊരു ഉറച്ച വിശ്വാസമായി മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു പ്രണയം ആകണം എന്നൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒരു സുഹൃത്ത് ബന്ധം ആണെങ്കിൽ പോലും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പോലും മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ചിന്ത. അതായത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കും ആരെയും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നല് വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ. അപ്പൊ ഇത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒന്നാമത്തെ ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം. അത് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ പല റീസൺ കൊണ്ട് നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കുറവ്, അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവുകയാണ്. നമ്മൾ അത്ര പോരാ, അല്ലെങ്കിൽ എന്നെ ആരെയും സ്നേഹിക്കുന്നില്ല, എനിക്കും ആരെയും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു തോന്നല് വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരാളോട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനോ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ ഇത് ഓവർകം ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു തോട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അഫോം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള 3 തോട്ടിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മാറ്റുക. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു. ഈ 3 അഫർമേഷൻസ് നിങ്ങൾക്ക് സമയമുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്തൊക്കെ അതിന് പകരമായിട്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അഫോം ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ടൈം എടുക്കും, കാരണം നിങ്ങളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് തോട്ട് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ടോ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കണം. അത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് അഫോം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു തോട്ടിനെ പതുക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധിക്കണം. അപ്പൊ ഈ 3 അഫർമേഷൻസ് പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. നിങ്ങളിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓവർകം ചെയ്യാൻ ഈ ഒരു അഫർമേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, എല്ലാവരും അത്ര അധികം ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കില്ല് കുറെ കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാവണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തോട്ട്, അതായത് ആ നെഗറ്റീവ് തോട്ട് എങ്ങനെ വന്നതാണെങ്കിലും ഈ ഒരു അഫർമേഷൻസ് കൊണ്ട് നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളൊക്കെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ അഫർമേഷൻ അഫോം ചെയ്യുക. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു. ഈ 3 അഫർമേഷൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അഫോം ചെയ്യാവുന്നതാണ് ഈ ഫസ്റ്റ് ബ്ലോക്ക് മാറുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ രണ്ടാമത്തെ മെയിൻ ബ്ലോക്ക് ആണ് ഫിയർ ഓഫ് ലവ്, അല്ലെങ്കിൽ ഫിയർ ഓഫ് പെയിൻ, ഫിയർ ഓഫ് ലോസ്, എന്ത് വേണമെങ്കിലും പറയാം. അതായത് എല്ലാത്തിനോടുള്ള ഒരു ഫിയർ ഉണ്ടായിരിക്കും, ഒരു ഭയം. ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രണയം തോന്നാനുള്ള ഒരു ഭയം, തോന്നിക്കഴിഞ്ഞാൽ അവരോട് പറയാനുള്ള ഭയം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഭയം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭയം മാത്രമാണ്, ആക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇഷ്ടം തോന്നിയാൽ പോലും അവരോട് അത് പറയില്ല എന്നുള്ളതാണ്. കാരണം ഭയമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഓക്കെ ആവുമോ, ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പെയിൻ ഉണ്ടായിരിക്കില്ലേ. ഇങ്ങനെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം അല്ലെങ്കിൽ ഒരു ഭയം എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളോടും ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നില്ല, ഒരു ആക്ഷൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്
ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു ബ്ലോക്കാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നും അകറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ആലോചിച്ച് ഭയപ്പെടുന്നത് ഇനിയും സംഭവിക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കുമോ എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായി തിങ്ക് ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യത കൂടി വരും. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് പോസിറ്റീവായിട്ട് നടക്കണം എന്നുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിയർ അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതങ്ങ് സംഭവിക്കുകയാണ്. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഓപ്പോസിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റംപ്റ്റ്, ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫിയറിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നി, അത് നിങ്ങൾ ജെന്യൂൻ ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക എന്നുള്ളതാണ്. അത് തുറന്ന് പറയുമ്പോൾ ആ ഒരു ഫിയർ ഇല്ലാതാവും. എന്നാൽ നിങ്ങൾ തുറന്ന് പറയാത്ത ആ ഒരു കാലത്തോളം നിങ്ങൾക്ക് ആ ഫിയർ ഉണ്ടായിരിക്കും. ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ രണ്ടാമത്തെ ബ്ലോക്കാണ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അകറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെൽഫ് ലവ് ഇല്ലായ്മയാണ്. അതായത് രണ്ട് രീതിയിലാണ് ഇത് വരുന്നത്. ചില ആളുകൾ എപ്പോഴും അൺഹാപ്പി ആയിരിക്കും. അവർക്ക് സന്തോഷിക്കുക അല്ലെങ്കിൽ സന്തോഷത്തിലായിരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ഒരുപാട് റീസൺ ഉണ്ടായിരിക്കാം അവർക്ക് സന്തോഷിക്കാൻ. പക്ഷെ അവരെ കാണുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും അവരെപ്പോഴും ഗ്ലൂമിയാണ്. എന്തെങ്കിലും ഒരു സന്തോഷമില്ലാത്ത കാര്യത്തിനെ കുറിച്ചായിരിക്കും അവരെപ്പോഴും കാണപ്പെടുക. അത് അവർക്കൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ടായിരിക്കും. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ സന്തോഷിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട്, അതായത് എപ്പോഴും മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടാണെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് തന്നെയാണ്. കാരണം നമ്മളിൽ സന്തോഷം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് നിങ്ങളിലുള്ള കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ അവർക്കും നിങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല. കാരണം നിങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന് പല റീസൺ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണ്, എന്ത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഹാപ്പി ആകാൻ പറ്റും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ അകറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഏറ്റവും ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും സെൽഫ് ലവ് എങ്ങനെയൊക്കെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ലവ് മാക്സിമൈസ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് വളരെ കുറവാണ്, അല്ലെങ്കിൽ സ്വയം ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു വ്യക്തി സംസാരിച്ചാൽ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കുക. സ്വയം ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ 3 പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻ ബ്ലോക്കുകളാണ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിലേക്ക് ഇൻവോൾവ് ആകാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട 3 റീസൺ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ലവ് ബ്ലോക്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. എനിവേസ്, നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ പറഞ്ഞ സൊല്യൂഷൻസ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ബ്ലോക്സ് എല്ലാം മാറ്റി ഒരു ലവ് ലൈഫ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്